നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രാവണ മാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയായ അജ ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ ഏകാദശി അന്നദ ഏകാദശി എന്നും ആനന്ദ ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നു. വിധിപ്രകാരം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ സകല പാപങ്ങളും ഇല്ലാതായി ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇത്തവണ അജ ഏകാദശി 2024 ഓഗസ്റ്റ് 29 തീയതിയും 30 തീയതിയും വരുന്നുണ്ട്. എന്നാൽ കേരളത്തിലുള്ള വൈഷ്ണവരായ എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഓഗസ്റ്റ് 30 തീയതി വെള്ളിയാഴ്ചയാണ്. ഓഗസ്റ്റ് 30 തീയതി പക്ഷവർദ്ധിനി മഹാദ്വാദശിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് മഹാദ്വാദശി ദിവസമാണ്. ഇങ്ങനെ മഹാദ്വാദശി വരുമ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏകാദശിയുടെ അന്നാണോ അതോ പിറ്റേ ദിവസമാണോ? ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇതിനു മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ തന്നെ ഇതുപോലെ മഹാദ്വാദശി വരുമ്പോൾ ഏത് ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ്. ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഏകാദശിയുടെ തലേ ദിവസമായ ഇന്ന് അരിയാഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ. വൈകിട്ട് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. ഇനി ഏകാദശി ദിവസമായ നാളെ പൂർണ്ണമായ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. പൂർണ്ണമായി ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും അല്ലെങ്കിൽ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇതിൽ ഏത് രീതിയിൽ വ്രതം അനുഷ്ഠിച്ചാലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. ഏകാദശി ദിവസം അതിരാവിലെ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ്ദീപം കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇനി വീട്ടിൽ തുളസി ഉള്ളവരാണെങ്കിൽ തുളസിമാല കെട്ടി ഭഗവാന് ചാർത്താവുന്നതാണ്. വിളക്ക് കൊളുത്തി ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ കൂടാതെ ഹരേ രാമ മന്ത്രവും ചൊല്ലാവുന്നതാണ്. ഇതുകൂടാതെ വിഷ്ണു ഗായത്രി, ഭാഗവതം, ഭഗവത്ഗീത, വിഷ്ണു സഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി സാധിക്കുന്നവരെല്ലാവരും ഏകാദശി ദിവസം ഭഗവാനെ പൂജ ചെയ്തു പ്രാർത്ഥിക്കേണ്ടതാണ്. ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ നെയ്ദീപം കൊളുത്തി ധൂപദീപ ആരതി കൊടുത്ത് ഭഗവാൻ ഇഷ്ടമുള്ളതെല്ലാം നിവേദ്യമായി സമർപ്പിക്കുക. പിന്നീട് ഭഗവാന്റെ മന്ത്രങ്ങൾ 108 തവണ ചൊല്ലി തുളസി ഇലകളാൽ അർച്ചന ചെയ്യാവുന്നതാണ്. അവസാനം കർപ്പൂര ആരതി കൊടുത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുക. ഇനി പൂജ ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ വിളക്ക് കൊളുത്തി കഴിയുന്നത്ര നാമജപം ചെയ്യാവുന്നതാണ്. ഇനി ഏകാദശി ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്രത്തിലോ ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ ചെയ്യുക. തൃക്കൈ വെണ്ണ, ത്രിമധുരം, പാൽപ്പായസം, കദളിപ്പഴം, മഞ്ഞപ്പട്ട്, തുളസിമാല എന്നിവ സമർപ്പിക്കുന്നതും നല്ലതാണ്. ഇതുകൂടാതെ വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും അതിവിശേഷമാണ്. ഏകാദശി ദിവസം തലയിൽ എണ്ണ വയ്ക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല. അതുപോലെ തന്നെ ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാനും പാടില്ല. അതിനാൽ ആവശ്യമുള്ള തുളസി ഇലകൾ തലേന്ന് തന്നെ പറിച്ചു വെക്കേണ്ടതാണ്. ഏകാദശി ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസർ സമയം എന്ന് പറയുന്നത്. ഇത്തവണത്തെ അജ ഏകാദശിയുടെ ഹരിവാസർ സമയം ഏതാണെന്ന് നോക്കാം. ഓഗസ്റ്റ് 29 തീയതി വ്യാഴാഴ്ച രാത്രിയിൽ 7:34 ഹരിവാസർ സമയം ആരംഭിച്ച് ഓഗസ്റ്റ് 30 തീയതി വെള്ളിയാഴ്ച രാവിലെ 7:51 ഹരിവാസർ സമയം അവസാനിക്കുന്നത്. ഈ ഒരു സമയം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഇതുകൂടാതെ ഹരിവാസർ സമയത്ത് ഭഗവാന്റെ ദ്വാദശ നാമ മന്ത്രം ചൊല്ലുന്നതും അതിവിശേഷമാണ്. ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം വിഷ്ണവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം ശ്രീധരായ നമഃ, ഓം വാമനായ നമഃ, ഓം ഹൃഷികേശായ നമഃ, ഓം പത്മനാഭായ നമഃ, ഓം ദാമോദരായ നമഃ. ഇതാണ് ഭഗവാന്റെ ദ്വാദശ നാമമന്ത്രം. ഭക്തിയോടുകൂടി ഈ ദ്വാദശ നാമമന്ത്രം ജപിച്ചാൽ തീർച്ചയായും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ഹരിവാസർ സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാരണ വീടുന്ന സമയം. പാരണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. അജ ഏകാദശിയുടെ പാരണ സമയം ഏതാണെന്ന് നോക്കാം. ഓഗസ്റ്റ് 31 തീയതി ശനിയാഴ്ച രാവിലെ 6:14 മുതൽ 10:20 വരെയാണ് പാരണ വീടേണ്ട സമയം.
പാരണ വീടേണ്ടത് എങ്ങനെയാണെന്നും പാരണ വീടുമ്പോൾ ചൊല്ലേണ്ട മന്ത്രവും പിഴ മന്ത്രവും ഏതാണെന്നും ഇതിനു മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ക്ഷേത്രത്തിൽ പോയി പാരണ വീടുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ തുളസിയിലയും ചന്ദനവും മലരുമിട്ട് ആ തീർത്ഥം സേവിച്ചും നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ്. ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിക്ക് 3 പ്രദക്ഷിണം വെക്കുന്നതും ഏകാദശി ദിവസം സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കുന്നതും അത്യുത്തമമാണ്. പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോത്ഫുതേ തുളസീത്വം നമാമ്യഹം. ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് വേണം തുളസിക്ക് 3 പ്രദക്ഷിണം വെക്കുവാൻ. വിഷ്ണു പ്രീതിയിലൂടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം. ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിന്റെ ഫലം. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. നമ്മുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുവാൻ, തടസ്സങ്ങൾ മാറി വീട്ടിൽ പണവരവുണ്ടാകുവാനും നാളെ ഏകാദശി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഏകാദശി ദിവസം സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷമാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. സന്ധ്യയ്ക്ക് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു ദീപം തെളിയിച്ച്, കഴിയുന്നവരെല്ലാവരും നെയ്ദീപം തന്നെ തെളിയിക്കുക. അതിന് സാധിക്കാത്തവർക്ക് നല്ലെണ്ണ ദീപം കൊളുത്താവുന്നതാണ്. വിളക്ക് കൊളുത്തിയതിന് ശേഷം ഒരു ചെറിയ തട്ടത്തിൽ ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും 2 ഏലക്കയും ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെയോ വെക്കുക. അതിനുശേഷം നല്ല സുഗന്ധമുള്ള അഗർബത്തികളോ അല്ലെങ്കിൽ ധൂപ സ്റ്റിക്കോ കൊളുത്തിവെച്ച് പിന്നീട് നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലി തുളസി ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യുക. അർച്ചന ചെയ്യുമ്പോൾ ഈ ഒരു തട്ടത്തിലാണ് അർച്ചന ചെയ്യേണ്ടത്. 108 തവണ മന്ത്രം ചൊല്ലി തീർന്നതിന് ശേഷം കർപ്പൂര ആരതി കാട്ടാവുന്നതാണ്. ഭഗവാന് കർപ്പൂര ആരതി കാട്ടുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു തട്ടത്തിനും കർപ്പൂര ആരതി കാട്ടുക. അതിനുശേഷം തട്ടത്തിലുള്ള പച്ചക്കർപ്പൂരം നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ മണി പേഴ്സിലോ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. അതിനുശേഷം 2 ഏലയ്ക്ക 1 ഗ്ലാസ് വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ടതിന് ശേഷം ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ 2 ഏലയ്ക്ക ഇട്ട് 1 ഗ്ലാസ് പാല് കാച്ചി അത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ മന്ത്രത്തിന്റെ പൂർണ്ണ എനർജിയും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതാണ്. കാരണം 108 തവണ മന്ത്രം ചൊല്ലി തുളസി ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ തന്നെ ആ മന്ത്രത്തിന്റെ എല്ലാ എനർജിയും ശക്തിയുമെല്ലാം തന്നെ പച്ചക്കർപ്പൂരവും ഏലക്കയും ആഗിരണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏലക്കയിട്ട വെള്ളമോ അല്ലെങ്കിൽ പാലോ നമ്മൾ കുടിക്കുന്നതിലൂടെ ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മളിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലെ തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുകയും ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തുന്നതുമാണ്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞ വസ്തുക്കളാണ് പച്ചക്കർപ്പൂരവും ഏലക്കയും. നാളെ ഏകാദശിയും വെള്ളിയാഴ്ചയും കൂടി ചേർന്ന് വരുന്ന അതിശക്തിയാർന്ന ഈ ദിവസത്തിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്കുണ്ടാകുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഐശ്വര്യവും ധനവും എല്ലാം തന്നെ നമ്മളെ തേടിയെത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ ഏകാദശി ദിവസം ഈ ഒരു പരിഹാരം പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്യുക. കൈമേൽ ഫലം ഉറപ്പാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.